യോഗിക് സാധനകളിൽ വ്യക്തിയുടെ ആന്തരിക വളർച്ചയ്ക്ക് അനിവാര്യമായ രണ്ടു മഹാഗുണങ്ങളാണ് ഉദാരതയും അസ്തേയവും, അതായത് ജനറോസിറ്റിയും നോൺ സ്റ്റീലിങ്ങും. ഈ ഗുണങ്ങൾ മനസ്സിന് നിർമ്മലമാക്കുകയും കർമ്മരംഗത്തെ ഭാരം കുറയ്ക്കുകയും ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാരത എന്നത് കൊടുക്കാനുള്ള മനസ്സാണ്. ഭയമില്ലാതെ പങ്കിടൽ, നന്മയും പുഞ്ചിരിയും വാക്കുകളും വിതറുക എന്നതിനെ ഉൾക്കൊള്ളുന്നു. ഉദാരത ഹൃദയത്തെ വിശാലമാക്കുകയും സമൃദ്ധിയെ ആകർഷിക്കുകയും ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വഴി തുറക്കുകയും ചെയ്യുന്നു. അസ്തേയം അഥവാ നോൺ സ്റ്റീലിംഗ് എന്നത് മറ്റുള്ളവരുടെ സ്വത്ത്, ആശയങ്ങൾ, പരിശ്രമം എന്നിവയ്ക്ക് ആദരവ് നൽകേണ്ടതുണ്ട് എന്നതാണ്. സമയവും ഊർജവും അനാവശ്യമായി കവർന്നെടുക്കാതിരിക്കുക, മറ്റുള്ളവരുടെ നന്മയെ പ്രയോജനപ്പെടുത്താതെ ജീവിക്കുക, മിസ്യൂട്ടിലൈസ് ചെയ്യാതെ ജീവിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അസ്തേയ പാലിക്കുന്നത്, നോൺ സ്റ്റീലിംഗ് പാലിക്കുന്നത് വ്യക്തിയുടെ നൈതിക ശക്തിയും ആത്മഗൗരവവും ഉയർത്തി കൊണ്ടുവരുന്നത് കാണാം. യോഗിക് പദത്തിൽ ഉദാരതയും അസ്തേയവും ഒന്നിച്ച് ഒരു വ്യക്തിയുടെ കർമ്മവാതിലുകൾ തുറക്കുന്നു. പുരാതനമായ രഹസ്യമാണിത്. Two essential qualities for inner transformation in yogic sadhana are generosity and non-stealing. These qualities purify the heart, reduce karmic load, and expand spiritual capacity. Generosity means the willingness to give, sharing without fear, spreading kindness, smiles, and good words. Generosity opens the heart, attracts abundance, and make one receptive to higher blessings. Non-stealing means honoring others' possessions, ideas, and efforts, avoiding wasting others' time or energy, not taking advantage of anyone. Asteya strengthens moral discipline and builds deep spiritual integrity. Together, generosity and non-stealing form the ancient key to karmic purification in the yogic path. മഹാത്മാ ചവാക്കോക്സുയി തയ്യാറാക്കിയ പാഠ്യപദ്ധതികളിലെ പ്രധാനപ്പെട്ട യോഗി സാധനകളുടെ അടിത്തറയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്തേ. വളരെ സിമ്പിളായി നമുക്ക് നമ്മുടെ യോഗി തലത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചില നമ്മുടെ വലിയ ഒരു ട്രാൻസ്ഫോർമേഷന് സഹായകമാകുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന, നമ്മുടെ കാലക്രമത്തിൽ നമുക്ക് വലിയ അളവിലേക്ക് ഉയരാനുള്ള സഹായം ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എന്നെ ശ്രവിച്ചതിന് നന്ദി. എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിന് അവരോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് അവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്.